നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകണം എന്നാഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് ഉപജീവന മാർഗത്തിൽ വിശാലത വേണം എന്നുള്ളവർക്ക് മഹാന്മാർ പറഞ്ഞു തരുന്ന ഒരു സംഭവമുണ്ട്. ആ ടിപ്പ് ഇങ്ങനെയാണ്. റമദാനിൻ്റെ ആദ്യത്തെ രാവിൽ, ഒന്നാമത്തെ രാവിൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക എന്നതാണ്. ചെയ്യേണ്ട രൂപം 2 റക്അത്ത് നിസ്കരിക്കുക, ആ നിസ്കാരത്തിൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക എന്നതാണ്. സൂറത്തുൽ ഫത്ഹ് മനപ്പാടമില്ലാത്തവർക്ക് മഹാന്മാർ പറയുന്ന രൂപം 2 റക്അത്ത് നിസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്തും ഓതുക. അതും അറിയാത്തവർക്ക് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഒന്നാമത്തതിലും രണ്ടാമത്തതിൽ ഖുൽ ഹുവല്ലയും ഓതുക. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ആ ഇരുപ്പിൽ ഇരുന്ന് വേറൊരു ശുഗലിലേക്കും വേറൊരു സംസാരത്തിലേക്കും പോകാതെ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക. അത് 3 പ്രാവശ്യം ഓതണം എന്ന് പറഞ്ഞ മഹാന്മാരുമുണ്ട്. ഒന്നായാലും കുഴപ്പമില്ല, ഏറ്റവും നല്ലത് 3 എണ്ണമാണ്. അത് ഓതിയതിന് ശേഷം 10 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്തും 10 പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും ചൊല്ലുക. അങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലം വരെ അക്കൊല്ലം അവർക്ക് ഉപജീവന മാർഗത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല, വിശാലതയുണ്ടാകും, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും എന്നാണ് പണ്ഡിതപക്ഷം. അതുകൊണ്ട് അത് നാം റമളാനിൻ്റെ ആദ്യത്തെ രാവിൽ ഓതുക, ചെയ്യുക. അത് ഏറ്റവും അഫ്ളലായ ടൈം ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ്. അതല്ല സുബഹി വരെ, അന്നത്തെ രാത്രി മൊത്തത്തിൽ ആ സമയം അതിന് ഉണ്ട് എന്നും പറഞ്ഞ മഹാന്മാരുണ്ട്. ഏറ്റവും അഫ്ളലായ ടൈം മഗ്രിബിൻ്റെ ഇടയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഉപജീവന മാർഗത്തിൽ അല്ലാഹു വിശാലത നൽകി നമ്മുടെ അല്ലാഹു കരുണ കാണിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.